ട്രേഡേഴ്സ് ഇന്ന് മാർക്കറ്റിൽ ട്രേഡ് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 8600 പ്ലസിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ലൈവ് ട്രേഡ് ബുക്ക് ചെയ്യാൻ സാധിച്ചില്ല. രണ്ട് ട്രേഡാണ് എടുത്തത്. ഫസ്റ്റ് ട്രേഡ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുമായിരുന്നു. സെക്കൻഡ് ട്രേഡ് വന്നിട്ട് നല്ലൊരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ സാധിച്ചു. ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ സാധിച്ചു. ഒരു 8000 പ്ലസിൻ്റെ പ്രോഫിറ്റാണ് ഇന്ന് ഓവറോൾ ബുക്ക് ചെയ്തത്. ഞാൻ ആ ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്കും ഞാൻ മൊബൈലിലാണ് ട്രേഡ് എടുത്ത്. ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെയായിരുന്നു ട്രേഡ് എടുക്കേണ്ടത്. പക്ഷേ പെട്ടെന്നായിരുന്നു സഡൻ മൊമെൻറ്റം മേളിലോട്ട് വന്നത്. ഇതിൻ്റെ ഈ ഒരു താഴത്തെ ലെവലായിരുന്നു ഞാൻ സ്റ്റോപ്പ് ലോസും പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ മാർക്കറ്റ് സഡനായിട്ട് ഇവിടെ ഒരു സ്പൈക്ക് ഉണ്ടാക്കി മേളിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ നമുക്ക് എൻട്രി മിസ് ഔട്ടായി. ഞാനൊന്ന് വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം മേളിലേക്ക് വെച്ചുകൊണ്ട് നമുക്ക് എൻട്രി മിസ്സായിപ്പോയി. സോ നല്ലൊരു മൊമെൻറ്റം ആയിരുന്നു മേളിലേക്ക് കിട്ടിയത്. പക്ഷേ തിരിച്ച് താഴത്തോട്ട് വന്ന് ഈ ഒരു ഏരിയയിൽ തന്നെ എത്തി. റീടെസ്റ്റിംഗ് പോലെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് ട്രേഡ് എടുത്തു. നമ്മുടെ സെയിം ക്യാൻഡിലിൻ്റെ തന്നെ ലോയെ സ്റ്റോപ്പ് ലോസും വെച്ചു. പക്ഷേ അവിടുന്ന് മാർക്കറ്റ് നോക്കിയാൽ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ല. പക്ഷേ പ്രീമിയം വൈസ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഒരു 36 പോയിൻറ്റ്സിൻ്റെ മറ്റായിരുന്നു സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത്. അത് ഹിറ്റായി. മാർക്കറ്റ് അവിടെ നിന്നാണ് പിന്നെ തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോഴാണ് രണ്ടാമത്തെ ട്രേഡിൽ എൻട്രി എടുത്തത്. ഇതാണ് പ്രീമിയത്തിൻ്റെ ചാർട്ട്. നമ്മൾ ട്രേഡ് എടുത്തത് ഏകദേശം ഒരു 11:21 ക്യാൻഡിലാണ് നമ്മളുടെ ട്രേഡ് എടുത്തത്. 11:21 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഈ റെഡ് ക്യാൻഡിൽ ഫോമായി അവിടെ എത്തി റിജക്ഷൻ കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് ട്രേഡിൽ എൻട്രി എടുത്ത്. ഈ ക്യാൻഡിലിൻ്റെ ലോയാണ് വെച്ചെങ്കിലും അത്രയും വലിയൊരു മൊമെൻറ്റം താഴത്തോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്രീമിയം വൈസ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുമായിരുന്നു. അങ്ങനെയാണ് ഓവറോൾ നമ്മൾ അവിടെ ഒരു ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങിയത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത രണ്ടാമത്തെ ക്യാൻഡിൽ ഫോമായി 11:35 ഈ ഒരു ക്യാൻഡിൽ ഡ്രോയിങ് കളഞ്ഞിച്ച് ഈ ഒരു ക്യാൻഡിൽ ഫോം ആവാൻ തുടങ്ങി. മേളിലോട്ട് വീണ്ടും പോകാൻ തുടങ്ങി ഉടനെ ഞാൻ ഇവിടെ ട്രേഡിൽ എൻട്രി എടുത്തു. സെയിം ജസ്റ്റ് ആ ഒരു ക്യാൻഡിലിൻ്റെ തന്നെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചത്. അതും കൂടെ വേണമെങ്കിൽ എവിടെയായിരുന്നു എൻട്രി? ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലായിരുന്നു നമുക്ക് എൻട്രി കിട്ടിയത്. ഇവിടുന്ന് ജസ്റ്റ് മാർക്കറ്റ് മേളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തത്. ജസ്റ്റ് നല്ലൊരു മൊമെൻറ്റമാണ് ഞാൻ ഇവിടുന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ എനിക്ക് സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലില്ലാത്തത് കൊണ്ട് പിന്നെ മൊമെൻറ്റവും വളരെ കണ്ടില്ലേ, കുഞ്ഞ് 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ തന്നെ നോക്കി എത്ര ചെറിയ ക്യാൻഡിൽസാണ് ഫോം ചെയ്തത്. സോ ഓപ്ഷൻ ബയർ എന്ന രീതിയിൽ നമുക്ക് ആ ഒരു മൊമെൻറ്റം കിട്ടിയത് കൊണ്ട് അർത്ഥമില്ലല്ലോ. ഇതായിരുന്നു നമ്മളുടെ സ്റ്റോപ്പ് ലോസും ഓവറോൾ ക്യാൻഡിലല്ല, ഈ ക്യാൻഡിലിൻ്റെ ആയിരുന്നു നമ്മളുടെ സ്റ്റോപ്പ് ലോസും നമ്മൾ പ്ലേസ് ചെയ്തിരുന്നത്. നല്ലൊരു മൊമെൻറ്റമായിരുന്നു മേളിലേക്ക് കിട്ടിയത്. ഇനി ഇത്രയും റൈഡ് ചെയ്യാനുള്ളൊരു കാരണം കൂടിയുണ്ട്. ഇപ്പോൾ R1 ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് മേളിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ബാക്ക് ടെസ്റ്റ് എടുത്ത് നോക്കിയോ, CPRൻ്റെ R1 മാർക്കറ്റ്, ഇതാണ് R1, ഇത് R2. R1 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 80% മാർക്കറ്റ് R2 ചെന്ന് മുട്ടാൻ റീച്ച് ചെയ്തിരിക്കും. അപ്പോൾ ഒരു 80%, ഒരു 80%, അത് എൻ്റെ ഫൈൻഡിങ്സ് ആണ്. ഒരു 80% സമയം R1 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മേളിൽ R2 ചെന്ന് ടച്ച് ചെയ്തിരിക്കും. പക്ഷേ അത് എങ്ങനെ ടച്ച് ചെയ്യുന്നുള്ളത് മാർക്കറ്റിനെ ഡിപ്പെൻസ് ആണ്. ഇതിപ്പോൾ സ്ലോ മൊമെൻറ്റം ഉണ്ടാക്കി. ഇനി ചിലപ്പം R1 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഹിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും മാർക്കറ്റ് മേളിലേക്ക് പോവുക. ഞാൻ ഈ ഒരു ഏരിയ എത്തിയപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്തത്. അത് ജസ്റ്റ് എനിക്കത്രയും പിന്നെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ടായിരുന്നു. ആദ്യത്തെ ഇതിൻ്റെ അകത്ത് ഒരു 4000 ലോസും സെക്കൻഡിൽ ഒരു 8000 പ്ലസിൻ്റെ ലോസിനെ റിക്കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 8000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റും കൂടിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഓവറോൾ നമ്മൾ ഇന്നൊരു 8000 പ്ലസ് 9000 അടുപ്പിച്ചാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് ട്രേഡേഴ്സ്. താങ്ക് യു, ബൈ.